ഞങ്ങളുടെ ലൈഫിലേക്ക് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാതെ കയറി വന്ന ഒരാളാണിത്. ആൾ വരുമ്പോൾ ആളിന് കണ്ണ് വിരിഞ്ഞിട്ടില്ല, പൂട വന്നിട്ടില്ല. കണ്ടോ ഒരു ബ്ലൂയിഷ് കളർ. ഞങ്ങളങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് പൊന്മാൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെ മൊത്തം എക്സൈറ്റഡായി. കാരണം പൊന്മാൻ്റെ കുഞ്ഞിനെ വളർത്താൻ കിട്ടുമോ? അതും കാണാൻ നേരിട്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ഫുള്ളി സെറ്റായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഓരോ വളർച്ചയും എടുക്കണം, ഓരോ വളർച്ചയും കാണണം, പൊന്മാൻ എങ്ങനെ ഇരിക്കുന്നേ, ഫുൾ എക്സൈറ്റഡ്. അങ്ങനെ കുറച്ച് പൂട വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പച്ച കളർ. ഞങ്ങളാകെ മൊത്തം കൺഫ്യൂഷൻ. പച്ച കളർ പൊന്മാനോ? പൊന്മാനിൻ്റെ അവിടെ പച്ച കളറുള്ള ഇനി ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ വീണ്ടും ഗൂഗിൾ സെർച്ച് ചെയ്തു. ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പൊന്മാനല്ല കേട്ടോ ഇത്, ഇതാണ് വൈറ്റ് ചീക്ക് ബാർബറ്റ് അഥവാ ചിന്നക്കുട്ടൂരൻ. അല്ലാതെ ഇതിന് പേരത്തത്തെന്നൊരു പേരുണ്ട്. കാരണം പേരയ്ക്ക അതിൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അങ്ങനെ ഞങ്ങളിതിനെ വളർത്തി. ഇപ്പോൾ ഇത് പറക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. പക്ഷെ ആൾ ഞങ്ങളെ വിട്ട് പോവില്ല എന്നുള്ള വാശിയിലാണ്. ഞങ്ങളെ ഓരോ പ്രാവശ്യം കൊണ്ട് ഈ മരത്തിലെത്തും, അതേപോലെ പറന്ന് ഞങ്ങളുടെ ദേഹത്തോട്ട് വന്നിരിക്കുക, ഞങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ മെയിൻ ഹോബി. പുള്ളിക്കാരിയാണോ പുള്ളിക്കാരനാണോ ദൈവത്തിനറിയാം. എന്തായാലും ഇത് പറന്നു പോകുന്നവരെ ഇത് ഞങ്ങളുടെ കൂടെ കാണും. ഇനി മിക്ക സ്റ്റോറീസിലും ഞങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ മെയിൻ ഒരു ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണക്കമ്പം ഉള്ള ഒരാളാണത്. അപ്പോൾ മുന്നോട്ടുള്ള സ്റ്റോറീസിൽ നിങ്ങൾക്ക് ഇതിനെ കാണാം.